നമസ്തേ. ജനക്ഷേമത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഭാരതത്തിൽ ഒരു കുടുംബം പോലും തലചായ്ക്കാനിടമില്ലാതെ തെരുവുകളിൽ അന്തിയുറങ്ങാൻ ഇടവരരുത് എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. ഈ പദ്ധതിയുടെ വിശദാംശങ്ങളാണ് ഇത്തവണ ജനക്ഷേമം പരിശോധിക്കുന്നത്. घर एक ऐसी व्यवस्था है, एक ऐसा सम्मानजनक तोहफा है जो इंसान का आत्मविश्वास कई गुना बढ़ा देती है। अगर अपना घर होता है तो एक निश्चिंतता होती है। ഇന്ത്യയിലെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് നൽകുക എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. ഈ പദ്ധതി പ്രകാരം ഇന്ന് 11 മില്യൺ വീടില്ലാത്ത ആളുകൾക്ക് വീട് ലഭിച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാളിന് പോലും ഇന്ത്യയിൽ വീട് ഇല്ലാത്ത കുടുംബം ഉണ്ടാകരുത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഒരു കുടുംബത്തിന് 4 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തികച്ചും സൗജന്യമായി നൽകുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, അതിനോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന 3 രീതിയിലാണ് ഇന്ന് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, നഗരമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അതിനോടൊപ്പം തുല്യ പ്രാധാന്യത്തോടുകൂടി ഗ്രാമീണ മേഖലയിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതേപോലെ മൂന്നാമതുള്ളത്, ഒരു കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സിനനുസരിച്ച് ബാങ്കുകൾ വഴി ലോൺ അനുവദിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ആദ്യത്തെ നഗരമേഖലയിലെയും ഗ്രാമീണ മേഖലയിലും നമ്മൾ തുക തിരിച്ചടയ്ക്കേണ്ടതില്ല. അതേസമയം ബാങ്കിൽ നിന്ന് വരുമാനമുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഗുണം എന്തെന്ന് ചോദിച്ചാൽ പലിശയിൽ സബ്സിഡി ലഭിക്കുമെന്നുള്ളതാണ്. ബാങ്കുകൾ വഴി ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ലോണായിട്ടാണ് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ധനസഹായം കിട്ടുന്നത്. അതായത് വരുമാനമുള്ള ആൾക്കാർക്ക് അവർക്ക് ദിവസ വരുമാനം, മാസവരുമാനത്തിൽ കൂടെ ലഭിക്കുന്ന അതിൻ്റെ ഒരു സാക്ഷ്യപത്രം ബാങ്കിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലോൺ അനുവദിക്കും. 6 ലക്ഷം രൂപ വീട് നിർമ്മിക്കാൻ വേണ്ടി ലോൺ എടുക്കുമ്പോൾ 2,25,000 രൂപ കേന്ദ്ര സർക്കാർ സബ്സിഡിയായിട്ട് ഈ വ്യക്തികൾക്ക് നൽകുന്നുണ്ട്. ഇത്രയും ബൃഹത്തായിട്ടുള്ള ഈ പദ്ധതി ചെയ്യുന്നത് ഇന്ത്യയിൽ ഒരാൾ പോലും ചേരിയിൽ വസിക്കുവാനോ അല്ലെങ്കിൽ വീടില്ല എന്നുള്ള പേരിൽ ബുദ്ധിമുട്ടാനോ പാടില്ല എന്നുള്ളതാണ്. അത്രമാത്രം ജനോപകാരപ്രദമായിട്ടാണ്, ജനക്ഷേമ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന. ഇനി നാം ചിന്തിക്കേണ്ടത് ഈ പദ്ധതി ഏതെല്ലാം വിഭാഗത്തിലുള്ളവർക്കാണ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിൽ വനിതകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും അതേപോലെ തന്നെ ഡിവോഴ്സായിട്ടുള്ള ആൾക്കാർ, വിധവകളായിട്ടുള്ള ആൾക്കാർ, ഇവർക്കെല്ലാം തന്നെ ഈ പദ്ധതിയിൽ മുൻഗണന ഉണ്ട് എന്നുള്ളതാണ്. ഇത് കിട്ടാൻ യോഗ്യതയുള്ളത് വീടില്ലാത്ത ആളായിരിക്കണം, സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരിക്കണം, അതിനോടൊപ്പം തന്നെ ആഡംബര ജീവിതം ഇല്ലാത്തവരുമായിരിക്കണമെന്നുള്ളതാണ്. അതായത് 4 വീലറുള്ള ആൾക്കാർക്ക് അത് ലഭിക്കില്ല. സ്വന്തമായിട്ട് റേഷൻ കാർഡ് ഉണ്ടാവണം.
ഒരു റേഷൻ കാർഡിനെയാണ് ഒരു കുടുംബമായിട്ട് കാണുന്നത്. ആ റേഷൻ കാർഡിൽ പേരുള്ള ഒരാളിൻ്റെ പേരിലെങ്കിലും വീടുണ്ട് എങ്കിൽ ഈ പദ്ധതി ലഭിക്കാൻ അർഹരല്ല എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും മോണിറ്ററൈസ് ചെയ്തുകൊണ്ട് ഈ പദ്ധതി ലഭിക്കാൻ അർഹതയുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് ഒരു കിടപ്പാടം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ വിഭാവന ചെയ്യുന്നത്. ഈ പദ്ധതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് 1.5 സെൻറ്റെങ്കിലും വസ്തു ഉണ്ടാകണം. കാരണം 650 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ഇവർ നിർമ്മിക്കേണ്ടത്. അതിൽ തന്നെ വാർത്ത വീടായിരിക്കണം, അത് നിർബന്ധമാണ്. പാവപ്പെട്ടവന് കയറിക്കിടക്കാൻ കഴിയുന്ന ഉറപ്പുള്ള ഒരു വീട്ടിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ ആൾക്കാരും ജീവിക്കണമെന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ വിഭാവന ചെയ്തിട്ടുള്ളത്. 4 ഘട്ടമായിട്ടാണ് ഞങ്ങൾക്ക് ഈ പൈസ കിട്ടിയിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിന് ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് ആയത് ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾ വാടക വീട്ടിലാണ് കിടക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഈ വാർഡിൽ തന്നെ ഏകദേശം 36 പേർക്ക് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനും ഏകദേശം 10-12ഓളം ആൾക്കാർ അത് വീട് പൂർത്തീകരിക്കുകയും ബാക്കിയുള്ളവർ ഘട്ടം ഘട്ടമായി പണി തീർത്തു വരുന്നു. എളുപ്പത്തിൽ ഇവർക്ക് ഈ ഗഡുകൾ പൈസ സമയബന്ധിതമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി നഗരസഭയിൽ നിന്ന് എല്ലാ സമയവും ഇടപെട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. കേരളത്തിൽ ലൈഫ് എന്ന പേരിൽ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഇതിനകം തണലേകിയത്. കേവലം ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതിൽ ഒതുങ്ങുന്നതല്ല പ്രധാനമന്ത്രി ആവാസ് യോജന. അനുബന്ധ പദ്ധതികളിലൂടെ ഒരു കുടുംബത്തിന്റെ സമഗ്ര വികാസമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. बीते 8 वर्षों में वो पीएम आवास योजना के तहत 3.5 करोड़ गरीब परिवारों की जिंदगी का सबसे बड़ा सपना पूरा कर पाई है। और ऐसा नहीं है हमने ऐसे ही घर बनाकर दे दिए, 4 दीवारें खड़ी करके दे दिए। हमारी सरकार गरीबों को समर्पित है, गरीबों की है। അടുത്തതായിട്ട് ഈ പദ്ധതിയിൽ ഏത് രീതിയിൽ അപേക്ഷിക്കാമെന്നുള്ളതാണ്. പലപ്പോഴും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇത് അപേക്ഷിക്കുന്ന ഘടകം എവിടെയെന്നുള്ളതാണ്. വീടില്ലാത്ത ആളുകൾ കോർപ്പറേഷൻ ഓഫീസിൽ ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഗ്രാമീണ മേഖലയിൽ ഭവനരഹിതർ പഞ്ചായത്തുകളിൽ അപേക്ഷ സമർപ്പിക്കണം. ഈ ലഭിക്കുന്ന അപേക്ഷകൾ ഗ്രാമസഭകളിലും അതേപോലെ തന്നെ കോർപ്പറേഷനുകളിലെ വാർഡ് സഭകളിലും അംഗീകരിച്ച് അത് അതാത് ഘടകത്തിലെ ഉദ്യോഗസ്ഥന്മാർ വ്യക്തമായിട്ട് അന്വേഷിച്ചതിന് ശേഷമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. യോഗ്യതയുള്ള ആളാണ് എന്നുള്ളത് ഗ്രാമസഭ അല്ലെങ്കിൽ ജനസഭ വാർഡ് സഭ അംഗീകരിക്കണം. അംഗീകരിച്ച് അത് മിനിറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട് ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തികച്ചും യോഗ്യരായിട്ടുള്ള ആൾക്കാരെ ഗ്രാമസഭയാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ നഗരസഭകളിലെ വാർഡ് സഭകൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ചില സംശയങ്ങളുണ്ടാകാം. ഏത് രീതിയിലാണ് ഓൺലൈനായിട്ട് ചെയ്യേണ്ടത്? ഒന്ന്, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും. രണ്ടാമത്, കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കോമൺ സർവീസ് സെൻ്ററുകൾ അല്ലെങ്കിൽ CSC വഴി ചെയ്യാം. അതാത് സംസ്ഥാനങ്ങളിലെ IT മേഖല, അതായത് കേരളത്തിൽ അത് അക്ഷയയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗം.
അങ്ങനെ വിവിധ മേഖലകളിൽ കൂടെ, ചാനലുകളിൽ കൂടെ നമുക്ക് ഈ പദ്ധതിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളത്. പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പ്രകാരമാണ് ഈ വീടിന് കിട്ടിയത്. 3 ഘട്ടമായാണ് പൈസ കിട്ടിയത്. ഒരു തവണ കിട്ടാൻ വേണ്ടി ആ വീടിന് ഞാൻ വളരെ സന്തോഷമാണ്. ഇപ്പോഴും വാടകയ്ക്കാണ് കിടക്കുന്നത്. एक सामान्य मानवी का, खास करके मेहनतकश मध्यम वर्गीय परिवार का ये भरोसा लौटाया है कि उसका भी अपना घर हो सकता है, अपना मालिकी का घर हो सकता है। अब देश का फोकस है गरीब और मध्यम वर्ग की जरूरतों पर। अब देश ने प्राथमिकता दी है शहर में रहने वाले लोगों की संवेदनाओं को, उनकी भावनाओं को। प्रधानमंत्री आवास योजना के तहत शहरों में बहुत ही कम समय में लाखों घर बनाकर दिए जा चुके हैं। लाखों घरों के निर्माण का काम जारी भी है। ആധുനികമായിട്ടുള്ള വിവര സാങ്കേതിക വിദ്യ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് എല്ലാം ഡിജിറ്റലൈസാണ്. അതുകൊണ്ട് ഉപഗ്രഹ സർവേയിലൂടെ നിങ്ങളുടെ വീട് നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഇന്ന് വിലയിരുത്താനുള്ള സംവിധാനമുണ്ട്. ആദ്യമായിട്ട് ബേസ്മെൻറ്റ് പൂർത്തിയായി കഴിയുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഗഡു നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത്തേത് വാർത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് 2ാം ഗഡു. 3ാം ഗഡുവായിട്ട് വീട് പണി പൂർത്തിയായി കഴിയുമ്പോൾ അവസാന ഗഡു നമുക്ക് ലഭിക്കുന്നു. ഇത് രണ്ട് രീതിയിലാണ് മോണിറ്റൈസ് ചെയ്യുന്നത്. ഒന്ന്, ഇന്നത്തെ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചും അതിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുമാണ് നമുക്ക് ഓരോ ഘട്ടത്തിലെയും തുക അനുവദിക്കുന്നത്. 3-4 ഗഡുക്കളായിട്ടാണ് കിട്ടിയത്. ആദ്യം 40,000 രൂപ തന്ന് ബേസ്മെൻറ്റ് കെട്ടി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ബേസ്മെൻറ്റ് കെട്ടി പൂർത്തിയാക്കിയ ഉടനെ അടുത്ത കെട്ടിക്കോളാൻ പറഞ്ഞു. അടുത്തത് കെട്ടി മട്ടമാക്കിയപ്പോഴത്തേക്ക് 80,000 രൂപ ഇട്ട് തന്ന്. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ വാർത്തതിന് ശേഷം 80 ഇട്ട് തന്ന്. പിന്നെ ഇങ്ങനെ ഓരോരോ ഘട്ടമായിട്ട് അവർ വന്ന് ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി അടുത്ത ഘട്ടം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കും. വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇനിയിപ്പം ഈ പുതിയ വീട്ടിലോട്ട് എത്രയും പെട്ടെന്ന് വന്ന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കൊച്ചു മിനുക്ക് പണികളാണ് ചെയ്യുന്നത്. ഒത്തിരി പേർക്ക് വീടുകളൊക്കെ കെട്ടി അവരെല്ലാം വീടുകളൊക്കെ വെച്ച് പാല് കാച്ചി താമസിച്ചവരുണ്ട്. ഇനി പാല് കാച്ചാനുള്ളവരുണ്ട്. ഇനി അപ്പുറത്തുള്ള ആ വീടും ഈ പദ്ധതി പ്രകാരം കിട്ടിയതാണ്. जिन लाखों परिवारों को आज पक्का घर मिला है या पक्का घर मिलना पक्का हुआ है, उनके लिए ये जीवन की नई शुरुआत है और पक्की शुरुआत है। ബാങ്കുകൾ വഴിയും പ്രധാനമന്ത്രി ആവാസ് യോജന നടപ്പിലാക്കി വരുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിലയിരുത്തുന്നു എന്നത് ഈ പദ്ധതിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. ഇതിനകം ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പാർപ്പിട പദ്ധതിയായി പ്രധാനമന്ത്രി ആവാസ് യോജന മാറിക്കഴിഞ്ഞു. हमारी सरकार जो घर देती है ना, उसमें बाकी सुविधाएं भी साथ होती हैं। शौचालय हो, बिजली हो, पानी हो,
गैस हो, सरकार की अलग अलग योजनाएं प्रधानमंत्री आवास योजना के इस करोड़ों घरों को संपूर्ण बनाती है. ഇതുവരെ സൂചിപ്പിച്ചത് നഗരമേഖലയിലെയും ഗ്രാമമേഖലയിലെയും ഏറ്റവും സാധാരണക്കാർക്ക് ആയിട്ടുള്ള പദ്ധതിയെക്കുറിച്ചാണ്. അടുത്തതായിട്ട് നാഷണലൈസ്ഡ് ബാങ്കുകൾ, കമേഴ്സ്യൽ ബാങ്കുകൾ വഴി ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് മോണിറ്ററൈസ് ചെയ്യുന്നത് അതാത് ബാങ്കുകളായിരിക്കും. അതിലും ഇതേപടി തന്നെയാണ്, ഓരോ ഘട്ടമായിട്ടായിരിക്കും നമുക്ക് തുക അനുവദിക്കുന്നത്. അപ്പോൾ മാസവരുമാനം അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള വരുമാന സ്രോതസ്സ് ഹാജരാക്കാൻ കഴിയുന്ന വീടില്ലാത്ത ആൾക്കാർക്ക്, അതിലെടുത്ത് പറയേണ്ടത്, ഒരു വീടുണ്ട് എങ്കിൽ വേറൊരു വീടിന് വേണ്ടിയിട്ട് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല. ഹൗസിംഗ് ലോൺ പോലെ അല്ല. അതിലാണെങ്കിൽ വീണ്ടും അടുത്ത ഒരു വീട് കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടാറുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ബാങ്ക് ലോൺ വഴി ലഭിക്കുന്ന വീടുകൾ, അല്ലെങ്കിൽ അത് ആ ഗുണഭോക്താക്കൾക്ക് ആ റേഷൻ കാർഡിലുള്ള ആളിന് വേറൊരു വീടുണ്ടാകാൻ പാടില്ല. കാരണം കേന്ദ്ര സർക്കാർ പലിശയിൽ സബ്സിഡി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാമസഭയിൽ അല്ലായെങ്കിൽ വാർഡ് സഭകളിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ പെട്ടെന്ന് നമുക്ക് ഭവനം നിർമ്മിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് വ്യക്തമായിട്ടുള്ള വരുമാനം ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ബാങ്കുകളിൽ നിന്നും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നമുക്ക് വീട് വയ്ക്കുന്നതിനുള്ള സഹായം ലഭിക്കുമെന്നുള്ളതാണ്. ഈ 3 കാറ്റഗറിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 11 മില്യൺ കുടുംബങ്ങൾക്ക് കിടപ്പാടമില്ലാതിരുന്ന സാധാരണക്കാർക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് കിടപ്പാടം, അതും ഉറപ്പുള്ള ഒരു കിടപ്പാടം നിർമ്മിക്കുവാൻ 2015 ആരംഭിച്ച ഈ പദ്ധതി വഴി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും ജനപ്രീതി ലഭിക്കുന്നതും, അതിനോടൊപ്പം തന്നെ ലോകത്തിൽ തന്നെ ആദ്യമായിരിക്കും പാർപ്പിട നിർമ്മാണം ഒരു അജണ്ടയായി കണ്ടുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ എനിക്ക് വീട് കിട്ടിയത് ആദ്യം 40,000, രണ്ടാമത് 60, മൂന്നാമത് 1.5. ആദ്യം ബേസ്മെൻറ്റ് ഇട്ടാൻ വേണ്ടി തരുന്നു. രണ്ടാമത് തട്ട് തറച്ച് കാണിച്ചതിന് ശേഷമാണ് 160 തന്നത്. മൂന്നാമത് 60 തന്നു. നാലാമത് 1 ലക്ഷം തന്നു. അങ്ങനെ 4 പ്രാവശ്യം തന്നു. അപേക്ഷ കിട്ടി 3 മാസത്തിനകത്തൊക്കെ കിട്ടി. ശരിയായി. ഞങ്ങൾക്ക് കയറിക്കട കേട്ടാൻ കിട്ടി. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. മുമ്പ് വാടകയ്ക്കെല്ലാം ഇവിടെ ചെറിയ ചെറ്റ വീടായിരുന്നു. അതിനെ ഇടിച്ചിട്ടാണ് ഈ വീട് വെച്ചത്. ലൈഫ് പദ്ധതിയുടെ പേരിലായിരിക്കും കേരളത്തിൽ ഇത് നടപ്പിലാക്കുന്നത്. അതിന് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് സർക്കാർ പറയുന്ന സമയത്തിനോ ആ പറയുന്ന കാലയളവിൽ ഓൺലൈനായിട്ട് നമ്മുടെ തദ്ദേശ നഗരസഭാ ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസുകളിലും നമ്മുടെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അങ്ങനെ ത്വരിതഗതിയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇന്ത്യയിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്നത്. ബാങ്കിൽ നേരിട്ട് ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ ഒരു പദ്ധതി ഇല്ല എന്ന് പറയാറുണ്ട്. എല്ലാവരുമല്ല, ചില ബാങ്കുകൾ, ചില ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ അതുകൊണ്ടാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നത്. അപ്പോൾ അതൊരു നമുക്ക് രേഖയായി കഴിഞ്ഞു. ഇത് 1 മാസത്തിനകം നമുക്ക് മറുപടി തരേണ്ടതാണ്. ഇത് നമുക്ക് ലഭിച്ചില്ല എന്നുണ്ട് എങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാങ്കിങ് ഓംബുഡ്സ്മാന് നമുക്ക് പരാതി കൊടുക്കാം. അതാത് ബാങ്കുകളിൽ ഓംബുഡ്സ്മാൻ്റെ അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർക്ക് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ, പരാതി സമർപ്പിക്കാം. ഇതിലൊന്നിലും നിന്നില്ല എന്നുണ്ട് എങ്കിൽ പ്രൈം മിനിസ്റ്റർക്ക് തന്നെ നേരിട്ട് നമുക്ക് പരാതി സമർപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. वो घर
जिसमें उनकी खुशियां जुड़ी होती हैं, सुख दुख जुड़े होते हैं, बच्चों की परवरिश जुड़ी होती है, मुश्किल के समय एक गारंटी भी जुड़ी होती है कि चलो कुछ नहीं है तो ये अपना घर तो है ही है। ഈ പദ്ധതി ജനങ്ങളുടെ ഒരു അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. കിടപ്പാടമില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ കടമയാണ്. അതിന് വിമുഖത നിൽക്കുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന ഏത് തലത്തിലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നാലും ശരി, അവർക്കെതിരെ സാധാരണക്കാരന് പരാതി സമർപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഇന്ന് നമുക്ക് നിലവിലുള്ള സംവിധാനങ്ങളിൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് ജനങ്ങൾ ഇന്ന് കാണുന്നത്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നാം ഓരോരുത്തരും തയ്യാറാകണം. आज मुझे संतोष है, देश में जो कदम उठाए गए हैं उसने एक सामान्य मानवी का, खास करके मेहनतकश मध्यम वर्गीय परिवार का ये भरोसा लौटाया है कि उसका भी अपना घर हो सकता है, अपना मालिकी का घर हो सकता है। ജനക്ഷേമ പദ്ധതികൾ എന്നും രാജ്യവികസനത്തിന് അടിത്തറ പാകുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള 300-ലേറെ ജനകീയ പദ്ധതികൾ കേന്ദ്ര സർക്കാർ രാജ്യത്ത് വിജയകരമായി നടപ്പിലാക്കി വരുന്നു. പലപ്പോഴും നാം അറിയാതെ പോകുന്ന അത്തരം പദ്ധതികളുടെ വിശദാംശങ്ങളാണ് ജനക്ഷേമം എന്ന ഈ പരിപാടിയിലൂടെ ജനം TV പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ജനക്ഷേമത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു പദ്ധതിയുടെ വിശദാംശങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.